ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പഴനിറവ് ഉണ്ടാക്കിയാലോ? ഈവനിങ് സ്നാക്കായിട്ട്. അതിന് ഞാൻ എടുത്തിരിക്കുന്നൊരു 4 പഴമാണ് കേട്ടോ. 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പഴുപ്പൊക്കെ വന്നിട്ടുള്ളൊരു പഴമാണ് എടുത്തിരിക്കുന്നത്, 4 പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. ഒന്ന് നമുക്ക് വലിയ കട്ടൊന്നും ഇല്ലാണ്ട് കഷ്ണം നുറുക്കാണ്ട് അങ്ങനെ എടുക്കണം. പിന്നെ 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏലക്കായ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര എടുത്തത്. ബാക്കി നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്യണതിൽ ചേർക്കുന്നതാണ്. കുറച്ച് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം പൊടിഞ്ഞ് കിട്ടൊന്നും വേണ്ട. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യിലാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത്. ആദ്യം അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം. രണ്ടും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ലൈക്ക് ചെയ്യാനൊക്കെ മടിയാണ്. പിന്നെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരണം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഏലക്കായ പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് റോസ്റ്റ് ചെയ്യണം. ഇത് പൊന്നാനിക്കാരുടെ ഒരു വിഭവമാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന രൂപത്തിലൊന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണ്ട പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. അതിന് ശേഷം പഴം നമുക്ക് അടിയിൽ തട്ടാണ്ട് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്പൂൺ വെച്ചിട്ട് നിറച്ച് കൊടുക്കുക പഴത്തിൻ്റെ ഉള്ളിലേക്ക്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയുടെ കൂട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം മൈദ കുറച്ച് ഒരു തരി ഉപ്പും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം അതുകൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിന് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. 2 സൈഡൊന്ന് മറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 4 എണ്ണത്തിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 4 കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ മറിച്ചിടാനായിട്ട് പറ്റില്ല. 2 സൈഡ് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെ പഴനിറവ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.